സിമ്പിളായിട്ട് ഒരു ബാഗ് തയ്ക്കാൻ 21 ഇഞ്ച് നീളവും 15 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് തുണി ഇതുപോലെ ഞങ്ങളെടുക്കണം. എന്നിട്ട് 4 മടക്കി അതിൻ്റെ ആ ഓപ്പൺ ആയിട്ടുള്ള ആ മേൽഭാഗത്ത് ഇതേപോലെ കത്രിക കൊണ്ടൊരു വെട്ട് കൊടുക്കുക. അത് സെൻറ്റർ കണ്ടുപിടിക്കാനാണ്. കൃത്യം സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് അതിന് 2 സൈഡിലേക്കും 2 ഇഞ്ച് വീതം ഇതേപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് 2 വശത്തും ഇങ്ങനെ 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ 1/2 ഇഞ്ച് അകത്തേക്ക് മടക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവിടെ നല്ല തെളിഞ്ഞൊരു ലൈന് വീഴും. 4 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുമുള്ള 2 പീസ് തുണി ഒരുപോലെ മുറിച്ചെടുത്തിട്ട് ഇതേപോലെ നടുക്കൂടെ ഒന്ന് മടക്കുക. ആ മടക്കിലേക്ക് 2 സൈഡും ഇതേപോലെ മടക്കി കൊണ്ടുവന്നിട്ട് ഈ ചേർത്ത് വെച്ച് വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് അടിച്ചെടുക്കുക. ഈ തുണി നിങ്ങൾക്ക് ബാഗിൻ്റെ അതേ മെറ്റീരിയൽ എടുക്കാം, അല്ലെങ്കിൽ വേറെ അതിന് മാച്ച് ചെയ്യുന്ന കളറെടുത്ത് തയ്ച്ച് എടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് 2 എടുക്കണം. ഇനി ബാഗിനെടുത്തിരിക്കുന്ന തുണി അകത്തേക്ക് മടക്കി 1/2 ഇഞ്ച് മടക്കി എന്നിട്ട് നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയേക്കുന്നത് ഇതേപോലെ തയ്ച്ച് കൊണ്ടുവന്ന ശേഷം അടിച്ച് വെച്ചേക്കുന്ന പിടി ഇതേപോലെ അത് കയറ്റി വെച്ചിട്ട് മുകളിലേക്ക് മടക്കിയിട്ട് അതിൻ്റെ പുറത്തൂടെ താഴ്ഭാഗം ചേർത്ത് അടിച്ചു കൊണ്ടുവരണം. ഇങ്ങേ വശത്തും ഇപ്പുറത്തെ വശത്തും അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. തയ്ച്ച് പുറത്ത് വരിക. ഇനിയും അതിൻ്റെ നല്ല വശത്തൂടെ ഇതേപോലെ മുകൾ ഭാഗം ചേർത്ത് ഒന്നുകൂടെ തയ്ച്ചെടുക്കണം. ഇങ്ങനെ 2 സൈഡും തയ്ച്ചെടുത്തിട്ട് ഇതിൻ്റെ അഴുക്ക് ഭാഗം തുണിയുടെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ച് ഒരേപോലെ ഹാൻഡിലൊക്കെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇതേപോലെ 2 സൈഡും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. 2 സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത ശേഷം നമുക്ക് ഈ ബാഗ് ഒന്ന് മറിച്ചിടാം. മറിച്ചിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബാഗ്, നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗ് കിട്ടും. ഇനി ഇതിൽ നിങ്ങൾക്ക് ബിഗ് ഷോപ്പർ പോലെ ഇതിൻ്റെ സൈഡ് ചെയ്യാനാണെങ്കിൽ ഇതേപോലെ 1 ഇഞ്ച് നീളം 1 ഇഞ്ച് വീതിയും ഇതേപോലെ സൈഡിൽ അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് നീളം 1 ഇഞ്ച് വീതി. എന്നിട്ട് അതിങ്ങനെ കോണായിട്ട് ആ മൂല എടുത്തിട്ട് ഇതേപോലെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സൈഡ് ഇതേപോലെ മാർക്ക് ചെയ്തേക്കുന്ന വരയുടെ പുറത്തുകൂടെ ഇതേപോലെ 2 വശത്തും സ്റ്റിച്ചിട്ട് എടുക്കണം. ഇനി നമ്മൾ മാർക്ക് ചെയ്തിടാം. ഇതേപോലെ ആ 2 സൈഡും നന്നായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്തിട്ട് ഇത് തിരിച്ചിട്ട് കഴിയുമ്പോൾ ബിഗ് ഷോപ്പർ പോലെ തന്നെ നല്ലൊരു ബാഗ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്.